തിരികെ വാർത്തയിലേക്ക്. കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുന്നു. ബംഗാളിലെ സാഹചര്യം വിശദീകരിക്കാൻ ഗവർണർ CV ആനന്ദബോസ് ഇന്ന് രാഷ്ട്രപതിയെ കാണും. സംഭവത്തിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. രാഗേഷ് ചേർന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, രാജ്യമുടനീളം വലിയ പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിലാണ് കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കുന്നത്. എന്ത് തീരുമാനം കോടതിയിൽ നിന്ന് വന്നാലും അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. എന്ത് പ്രതീക്ഷിക്കണമെന്ന് കോടതിയിൽ നിന്ന് വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഭവ്യ, രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് ഏതായാലും പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് മുമ്പാകെയാണ് ഈ ഹർജി വരുന്നത്. കോടതി എന്തു പറയും എന്നുള്ളത് നിർണായകമാണ്. ചില നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായിരിക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഏതായാലും 10:30 ആദ്യ കേസായാണ് ഇത് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10:45 തന്നെ കോടതിയുടെ തീരുമാനം വരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ തുടരുകയാണ്. ആർജിക്കർ ആശുപത്രിയിൽ സമരം 11ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു. പശ്ചിമബംഗാളിൽ മറ്റിടങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തുടരുകയാണ്. ഏതായാലും ഡോക്ടർമാർ ഇന്ന് ഡൽഹിയിൽ നിർമ്മാൺ ഭവന് മുന്നിൽ സമരം തുടരുക തന്നെ ചെയ്യും. അവിടെയാണ് ആരോഗ്യ മന്ത്രാലയം പ്രവർത്തിക്കുന്നത്. അതായത് അതിന് പുറത്ത് OP സജ്ജീകരിച്ചുകൊണ്ടുള്ള സമരമാണ് ഇന്നലെ നടന്നത്. ഡോക്ടർമാർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര നിയമം വേണം. ഇത്തരത്തിൽ അതിക്രമങ്ങളൊക്കെ തടയാൻ തന്നെ കേന്ദ്ര നിയമം വേണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത്തരമൊരു അനുകൂലമായ തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും സമരം തുടരുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. പശ്ചിമബംഗാൾ സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. അതിനിടയിലാണ് ഗവർണർ CV ആനന്ദബോസ് ഏതായാലും ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ അദ്ദേഹം ഡൽഹിയിലെത്തി. ഇന്ന് ഏതായാലും രാഷ്ട്രപതിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സ്വാഭാവികമായും സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ സംബന്ധിച്ചൊരു പ്രാഥമിക റിപ്പോർട്ട് ഗവർണർ രാഷ്ട്രപതിക്ക് കൈമാറും. അതിനുശേഷം ആഭ്യന്തരമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഏതായാലും ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയിൽ കടുത്ത ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെ CV ആനന്ദബോസ് വിമർശിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, സർക്കാരിൽ അവിടെ ക്രമസമാധാനം തകർന്ന സാഹചര്യമാണ് ബംഗാളിൽ ഉള്ളതെന്നടക്കം ഗവർണർ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക്. ഏതായാലും ഈ കൂടിക്കാഴ്ചയെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കേന്ദ്രം ഗവർണർ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് അവരുടെ ആരോപണം. ഭവ്യ, തീർച്ചയായും വിശദവിവരങ്ങളാണ് രാഗേഷ് നൽകിയത്.